ഞാൻ ആസ്വദിക്കുന്നുണ്ട്, വലിയ പ്രൊമോട്ട് ചെയ്യാറില്ല. താങ്കൾ കഞ്ചാവ് വലിക്കുന്നുണ്ടോ? എന്റെ സ്വകാര്യതയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് നേരെ എതിർദിശയിൽ ചിന്തിക്കുന്നതിന് സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് വേണ്ട. സാർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും അത് യുവതലമുറ വഴിതെറ്റാനുള്ള ചാൻസ് കൂടുതലല്ലേ? എന്തിനാ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, എന്തിനാ ഇവർ എത്രയോ കുട്ടികളെ പിടിച്ചവരകത്തിട്ടേക്കുന്നു? കാശ്മീർ മുതൽ റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. അങ്ങനെ ഇത് അവിടെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. കഞ്ചാവിനെക്കാട്ടി മുമ്പേ നിരോധിക്കേണ്ട ഡോളോ പ്രിസ്ക്രിപ്ഷൻ പോലും വേണ്ട. കഞ്ചാവും ശിവനും തമ്മിൽ എന്തെങ്കിലും ബന്ധം? ശിവമൂലി എന്നാണ് എൻ്റെ പേര്. സ്പിരിച്വാലിറ്റിയിൽ അങ്ങേറ്റുള്ള അഹോരികളെ പോലുള്ളവർക്ക് അതാകാം. മുല്ലപ്പെരിയാർ ഡാമിൽ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ ഹെമ്പ്. ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ആരെങ്കിലും ലൈവ് കയറി പിടിക്കാറുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് ബാൻ ചെയ്യാം. കാര്യം കണ്ടമാനം ആളിൽ ലൈൻ പൊട്ടി വീണ് മരിച്ചുപോയി. മലയാളികൾ ആകാശത്ത് നിന്ന് വന്ന മനുഷ്യനൊന്നുമല്ലല്ലോ. ലോട്ടറിയുടെ പേരിൽ ആളുകളെ വഞ്ചിച്ച് 99 പേര് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരുത്തും ചിരിക്കുന്നതിന്റെ പേരല്ല ലക്കെന്ന് പറയുന്നത്, കണ്ണോകർഷി എന്ന് പറയും. അദ്ദേഹമാണ് ആദ്യമായിട്ടും കലത്തിൽ ബാറ്ററി ഉണ്ടാക്കി. ആദ്യത്തെ പീഡിയാട്രിക് ആചാര്യൻ എന്ന് പറയുന്നത് രാവണനാണ്. ഞാനാണ് ആദ്യമായിട്ട് കൊറോണ വാക്സിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വലിക്കരുത്. എന്നാൽ നല്ല കഞ്ചാവ് കിട്ടാൽ എലിവിഷം വരെ ഇവിടുന്ന് കൊടുക്കുന്നു. ഒരു വ്യത്യസ്തനായിട്ടുള്ള സംരംഭകനാണ് നമ്മോടൊപ്പം ചേരുന്നത്, തമ്പി നാഗാർജുന. നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ്. എന്താ കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? കൃഷിയിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് മാറി. ഇപ്പൊ കൃഷിയിലല്ല ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പൊ മാനുഫാക്ചറിംഗ് അല്ല, മെഡിക്കൽ കനാബിസിലാണ് ഇപ്പം ഫോക്കസ് ചെയ്യുന്നത്. താങ്കളുടെ റീല് ഒരുപാട് എന്താ പറയാ സുപരിചിതമായിരിക്കും ആളുകൾക്ക്. പക്ഷെ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ആ ഒരു മേഖലയെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ചോ നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. തമ്പി സാറിന് എന്താ പറയാ കശ്മീര് മുതൽ കന്യാകുമാരി വരെ കഞ്ചാവ് സെല്ല് ചെയ്യാനുള്ള കഞ്ചാവല്ല, മെഡിക്കൽ കനാബിസ്, മരുന്നുകൾ വിൽക്കാനാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, മെഡിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. പക്ഷെ ഈ മെഡിക്കൽ പർപ്പസിന് എന്നുള്ളത് ആളുകൾ ആദ്യമേ കാണില്ല. എല്ലാവരും ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഞ്ചാവ് സെല്ല് ചെയ്യാൻ എന്നുള്ള രീതിയിൽ മാത്രമേ ആളുകൾ കാണുള്ളൂ. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അല്ല, അതൊക്കെ സ്ഥിരമുള്ള വിളികളല്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ വരുന്നില്ലേ? അപ്പോൾ അങ്ങനെ നോക്കിയാൽ താങ്കൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്? അടുത്ത 21-ാം നൂറ്റാണ്ടല്ലേ, 22-ാം നൂറ്റാണ്ടാണ്. ഈ നൂറ്റാണ്ടില് ഈറ്റ് കനാബിസ്, drink cannabis, breathe cannabis. Without cannabis, the world can't survive. അതാണ് കനാബിസ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കഞ്ചാവ് യൂസ് ചെയ്യണമെന്നാണോ പറയണേ? കഞ്ചാവ് എന്ന് പറയുന്നതിനെ കുറിച്ച് തന്നെ ആദ്യം നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. ആ വാക്ക് എന്താണ് കഞ്ചാവ് താങ്കൾ പറയാം? അതായത് നമ്മൾ പ്രകൃതിയുടെ വരദാനമാണ് എല്ലാ ജീവജാലങ്ങളും മനുഷ്യനും. അതിൽ മെയിനായിട്ട് നമ്മൾ വെജിറ്റേഷനെ ആണ് ആഗ്രഹിക്കുന്നത്, ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട്. കുറേ ആൾ മാത്രമേ ഉള്ളൂ മൃഗങ്ങൾ കഴിക്കുന്നുള്ളൂ. അപ്പം വെജിറ്റേറിയനിസത്തിൽ ഏറ്റവും ഔഷധമൂല്യമുള്ള ഒരു അത്ഭുത സിദ്ധിയാണ് ദി ഗാഞ്ച ഓർ ദി കനാബിസ് ഓർ സായിപ്പിൻ്റെ ഹെമ്പെന്ന് പറയുന്നത്. അതിന് പല ഡയമെൻഷൻസ് ഉണ്ട്. ഒരു വലിക്കലല്ല, എൻ്റെ വലി തന്നെ ചെയ്യാൻ പാടില്ല, വലിക്കാൻ പാടില്ല. കോമൺ മാൻ വലിക്കാൻ പാടില്ല. പിന്നെ ആരാണ് വലിക്കേണ്ടത്? അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ അങ്ങേറ്റുള്ള അഹോരികളെ പോലുള്ളവർക്ക് അതാകാം. അല്ല, അവർക്ക് എന്താണ് ഇപ്പൊ പ്രത്യേകത? അവര് ബിയോണ്ട് ദി ബാരിയറാണ്, ഹോരികളല്ല. അവരവരുടേതായ ലോകത്ത് ഇങ്ങനെ ലയിച്ച് നടക്കുന്നവരാണ്. ഭൗതിക ജീവിതമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് അവർ വിവസ്ത്രരായിട്ട് നടക്കുന്നത്. നമ്മളെ കണക്ക് പെട്ടെന്ന് ഒരു നഗ്ന സ്ത്രീയോ പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഉത്തേജനമൊന്നും ഉണ്ടാവില്ല. അതിനപ്പുറത്തേക്ക് പോകുന്നവരാണ്. അവർക്കതാകാം, സാധാരണ മനുഷ്യർക്ക് പാടില്ല. ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നവർ വലിക്കരുത്. വലിച്ചാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ഈ എൻഡോക്രൈൻ സിസ്റ്റം തന്നെ കാർബണേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ കാർബണേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു പീക്സ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 1 കഴിച്ചു, നാളെ 1.25 1.5 കഴിച്ചു, കുറച്ച് കഴിയുമ്പോൾ അതൊന്നും തികയാതെ വിടും. മദ്യപാനികൾക്കൊക്കെ സംഭവിക്കുന്ന അതാണല്ലോ. അപ്പോൾ അതേപോലെ അതിൻ്റെ അൾട്ടിമേറ്റം ചെല്ലുമ്പം ഇത് തികയാണ്ട് വരും. നേരെമറിച്ച് റീസണബിൾ, ഇപ്പം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ റീസണബിൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ആ വണ്ടി ലൈഫ് ലോങ് ആയിരിക്കും. അതേസമയം ഡെയർ ഡെവിലായിട്ട് വണ്ടി ഓടിച്ചാൽ സംഭവിക്കും. അത് തന്നെയാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം ഒരു വാഹനമാണ്. അപ്പോൾ അതിനെ ആവശ്യത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ശരീരമാധ്യം കലു ധർമ്മസാധനം എന്നാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്. എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ സൂക്ഷിച്ചാൽ മാത്രമേ നിനക്ക് ജീവിതത്തിൽ സൗഖ്യങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ശരീര സൗഖ്യത്തിന് കനാബിസിൻ്റെ ഔഷധങ്ങളും അതിൻ്റെ ഭക്ഷണങ്ങളും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, എനിക്ക്
ആയുഷിൻ്റെ ലൈസൻസ് 10-35ഓളം പ്രൊഡക്ഷനുണ്ട്. അതിൽ മദനകാമേശ്വരി ലേഖ്യം എന്നും പറഞ്ഞുകൊണ്ട് സഹസ്രയോഗത്തിലെ ഒരു യോഗമുണ്ട്. അതുപോലെ തന്നെ ആനന്ദ ഭൈരവൻ എന്ന് പറഞ്ഞുള്ള ഒരു 1200 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഭൈരവാനന്ദൻ്റെ ഒരു യോഗമുണ്ട്. അതിലുള്ള ക്യാൻസർ മരുന്ന് ഞാൻ ഉണ്ടാക്കുന്നു. 2 ലേഖ്യമാണ്. ക്യാൻസറിനെ തുരത്തുന്നാണോ പറയാം? മിക്കവാറും ക്യാൻസർ എന്ന് പറയുന്നതിന് ആധുനികമായിട്ട് കുറേ അധികം തെറ്റിദ്ധരിക്കപ്പെടുകയും നമ്മുടെ ബേസിക്കായിട്ട് നമ്മൾ ആയുർവേദത്തിനെ ഞാനൊരു പാരമ്പര്യ വൈദ്യനാണ്. അപ്പം ആദിയിൽ നിന്ന് വ്യാധിയിൽ നിന്നും അന്ത്യം, മനസ്സിലായോ നോക്കുമല്ലോ? ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, എല്ലാ അസുഖങ്ങളും വരുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതലുള്ള ഉത്കണ്ഠയാണ്. എനിക്ക് അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ ആ ആങ്സൈറ്റി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അകത്ത് ഉള്ളിലേക്ക് പോകും. ആ ആങ്സൈറ്റിയെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതെന്ത് പറ്റും? ആദ്യം വ്യാധിയായിട്ട് മാറും. അപ്പം നമ്മൾ പെട്ടെന്ന് കണ്ടമാനം ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം ദഹിക്കുന്നില്ല. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കംഫർട്ട് ലെവൽ പോയി. അപ്പോൾ അവന് ഗ്യാസ് വരുന്നു, പിന്നെ കിടക്കണമെന്ന് തോന്നുന്നു, ഓടണമെന്ന് തോന്നുന്നു, കക്കൂസി പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ അത് വ്യാധിയായി. അത് വേണ്ട രീതിയിൽ കൂടെ അതിനെ മാനേജ് ചെയ്യൽ എന്ത് പറ്റും? കുറച്ചാളിനുള്ളിൽ അവൻ അന്ത്യം തേടും. അപ്പോൾ വാറ്റ്, നീറ്റ്, ഊറ്റ് 3 മരുന്നുകളേ ഉള്ളൂ ലോകത്ത്. എന്തൊക്കെയാ? വാറ്റ്, നീറ്റ്, ഊറ്റ്. വാറ്റെന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലറി. അപ്പം നമ്മൾ പറയുമ്പോൾ എല്ലാവരും സ്റ്റോറി അറിയുള്ളൂ, ഹിസ്റ്ററി അറിയില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹോമിയോ ആണ് വാറ്റെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ വാറ്റുകാരായും. അപ്പം നമ്മൾ ഉടനെ ഡോക്ടർ ഹാൻമാനെയാണ് പിടിക്കുന്നത്. അദ്ദേഹം അല്ല ശരിക്കും ഈ ഹോമിയോയുടെ പിന്നെ സൃഷ്ടാവ്. രാവണനാണ് അർക്കശാസ്ത്രം ഉണ്ടാക്കിയത്. അതായത് ലോകത്തെ തന്നെ ആദ്യത്തെ പീഡിയാട്രിക് സർജൻ അല്ലെങ്കിൽ അതിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് രാവണനാണ്. അപ്പം നമ്മൾ ധരിച്ചു വച്ചേക്കുന്നത്, നമ്മൾ അറിയുന്നതും പലതും കോർ സാധനങ്ങളല്ല, മനസ്സിലായി? നമുക്ക് പരിമിതികളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഈ ഭരണാധികാരികൾക്കുള്ളൊരു കുഴപ്പം, ഒരു ഭരണാധികാരിയും നാട്ടുകാരെ നന്നാക്കാനല്ല. അപ്പോൾ അവരുടെ തന്നെ ഒരു മാനിഫെസ്റ്റോ, ഒരു മുൻവിധിയുണ്ട്. ഇപ്പോൾ പോലീസുകാരൻ കാണുന്നവനെയൊക്കെ കള്ളനായിട്ടേ കാണുകയുള്ളൂ. കാര്യം ബി സസ്പീഷ്യസ് ആൻഡ് ഡൗട്ട്ഫുൾ എന്നാണ് അവർ പഠിപ്പിച്ചേക്കുന്നത്. അതേസമയം നമുക്ക് ആചാര്യന്മാർ ഭഗവത്ഗീത പറഞ്ഞേക്കുന്നത് സംശയതി വിനശ്യതി എന്നാണ്. സംശയം മാറ്റാനാണ് 18 അധ്യായത്തിൽ 17 അധ്യായം വിഷാദയോഗത്തിലിരിക്കുന്ന അർജുനൻ. നമ്മളെല്ലാം വിഷാദയോഗത്തിലാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, മറ്റേത് ശരിയാണോ എന്നുള്ള സംശയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സംശയം ദൂരീകരിക്കണമെങ്കിൽ എന്ത് വേണം? വിജ്ഞാനം ഉണ്ടാവണം, വെളിച്ചം വരണം. ആ വെളിച്ചത്തിനെ കുറിച്ചുള്ള അപ്പം അറിയുമ്പോഴുണ്ട് പ്രശ്നം. ഇപ്പോഴത്തെ നമ്മളെ വിഡ്ഢികളാക്കിയിട്ട് കണ്ടവൻ മാറി നിൽക്കട്ടെ, കേട്ടവൻ പറയട്ടെ എന്നല്ലേ നമ്മുടെ കോടതി. നീതിദേവതയുടെ കണ്ണ് കെട്ടി വെച്ചിട്ടല്ലേ സായിപ്പ് നമ്മളെ പറ്റിച്ചേക്കുന്നത്. അപ്പം വിറ്റ്നസ് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടവൻ മാറി നിൽക്കട്ടെ, ഇത് അവൻ്റെ കേട്ടവൻ സാക്ഷികൾ പറയട്ടെ എന്ന്. അപ്പൊ അവിടെ പോലും നമ്മളെ വിഡ്ഢികളാക്കി. ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ ആ ഒരു കാലത്താണ് എന്താ പറയാ കഞ്ചാവിന് നമ്മൾ ഏറ്റവും വഞ്ചിക്കപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ പറയാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്നത്? ഓക്കെ, കഞ്ചാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവൻ ലിബറേറ്റഡ് ആയിരിക്കും, നിർഭയനായിരിക്കും. നിർഭയനായ ഒരുത്തനെ നിങ്ങൾക്ക് അടിമയാക്കാൻ പറ്റുമോ? അവനെ കൊണ്ട് ജോലിയിൽ ചെയ്യിക്കാൻ പറ്റുമോ? അപ്പൊ ഇവരുടെ അടിമപ്പണിക്ക്, ഇവരുടെ തോട്ടം ഉണ്ടാക്കാനും, ഇവരുടെ പിന്നെ തേയിലത്തോട്ടങ്ങൾ, പിന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാനും ഇവർക്ക് അടിമകളെ വേണമായിരുന്നു. പണ്ട് നമുക്ക് ആരാധനാലയങ്ങൾ പോലും പ്രസാദമായിട്ട് തന്നിരുന്ന കഞ്ചാവാണ്. അറിയോ നമുക്ക്? ഭാങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? കഞ്ചാവായിട്ടല്ല തരുന്നത്. അല്ലല്ല, രാജസ്ഥാനിലൊക്കെ എല്ലാ ദിവസങ്ങളിലും, കല്യാണ ദിവസങ്ങളിലും ഒക്കെ. എന്തിനു പറയാം, നമുക്കൊക്കെ പണ്ട് കല്യാണ വീടുകളിൽ നമുക്ക് വെറ്റിലയും മുറുക്കാനും പിന്നെ സിഗരറ്റും വീടിയൊക്കെ തരുമായിരുന്നു. ഇതൊന്നും മോശമല്ല. എവിടെയാണ് അവിടെ കള്ളം കയറി വെച്ചാൽ പെസ്റ്റിസൈഡ്സ് ആഡ് ചെയ്ത് വരാനത്. പെസ്റ്റിസൈഡ്സ് ആണ് യഥാർത്ഥത്തിൽ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ടുബാക്കോ ഇല്ലേ, ടുബാക്കോ മൗത്ത് അൾസറിന് നല്ലതാ, ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ നല്ലതാ, ഇൻഹെയിൽ ചെയ്യുന്നതിന് നല്ലതാ, വെറ്റിലച്ചാറ് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഔഷധ മൂല്യങ്ങളുണ്ട്. അമിതമായാൽ അമൃതം വിഷമെന്ന് തന്നെ ബേസിക്കായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇവര് എക്സ്ട്രീമിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ വലിക്കരുതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ലീഗലൈസ്ഡ് ആക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ആയിരിക്കും. ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നാളിതുവരെ ഭരിച്ചിട്ടുള്ള എല്ലാ ഭരണാധികാരികളും നാട്ടുകാർ നാറികൾ അല്ലെങ്കിൽ പൊതുജനം കഴുത എന്നും പറഞ്ഞിട്ട് അവരെ സുഖിപ്പിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഇയാൾ മാത്രമല്ല, ഇപ്പോൾ ഇരിക്കുന്നവർ മാത്രമല്ല. പണ്ടൊരു എ കെ ആന്റണി ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് ചാരായം നിരോധിച്ച അയാളാണ്. എത്ര ആൾ ആത്മഹത്യ ചെയ്ത്?
പണ്ട് നമ്മുടെ എൻ്റെയൊക്കെ ഒരു 40-50 വർഷത്തിന് മുമ്പ് 300 രൂപ 200 രൂപയൊക്കെ ഒരാളുടെ ശമ്പളം. ആ 100 രൂപ 200 രൂപ ശമ്പളം കിട്ടുന്നവൻ ഒരു പൊടി എന്നാണ് പറയുന്നത്. 10 രൂപ എടുത്തൊരു പൊടിയും 2 രൂപ എടുത്തൊരു കോഴിമുട്ടയും മേടിച്ച് കഴിച്ചാൽ ബാക്കി എൻ്റെ കാശ് വീട്ടിലെത്തുമായിരുന്നു. അപ്പോഴാരോ പറഞ്ഞു ചാരായം നല്ലതല്ല എന്ന് പറഞ്ഞു, ചാരായം നിരോധിച്ചു. അപ്പോൾ എന്ത് പറ്റി? അധപ്പതനത്തിലേക്ക് പോയി. പിന്നെ കള്ള് സിദ്ധമായ ഒരു ഔഷധമാണ്. ഇന്നത്തെ ഈ നിങ്ങൾ ഉൾപ്പെടുന്ന തലമുറയുടെ പ്രശ്നം അറിയോ? നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, ഗട്ട് ബാക്ടീരിയ ഇല്ല, അറിയോ? കാര്യം ആൻറ്റിഡോട്ട്സ് കഴിച്ച് പുതിയ വരുന്ന ജനസിന് ദഹിക്കണമെങ്കിൽ പോലും മരുന്ന് കഴിക്കേണ്ട ഗതികേടിലാണ്. ഏറ്റവും നല്ല ഔഷധമാണ് കള്ള്. കള്ള് നല്ല ബാസിലസ് ബാക്ടീരിയ ഉണ്ടാക്കും. അപ്പോൾ ഏറ്റവും ശുദ്ധമായ സാധനങ്ങൾ മാറ്റിയിട്ട് ഇപ്പം മേശപ്പുറത്ത് വരുന്ന കള്ള അതാണോ നമ്മൾ കഴിക്കേണ്ടത്? അപ്പം നല്ലതിനെ ഇല്ലാതാക്കിയിട്ട് മോശമായതിനെ നൽകി ഇതാണ് നല്ല. ഇപ്പം ഈ കഞ്ചാവ് നിരോധിക്കണം, അല്ലെങ്കിൽ എന്തിനാ ഇവർ എത്രയോ കുട്ടികളെ പിടിച്ചവരകത്തിട്ടേക്കുന്നത്? എന്തിനാ ആവശ്യം? നമ്മള് ന്യൂസിലൊക്കെ നിറഞ്ഞു നിന്നൊരു വാർത്തയായിരുന്നു, നമ്മുടെ കളമശ്ശേരിയിൽ കോളേജിൽ നിന്ന് കഞ്ചാവ് വേട്ട ഉണ്ടായി എന്നുള്ള രീതിയിൽ. അപ്പൊ സാർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും അത് യുവതലമുറ വഴിതെറ്റാനുള്ള ചാൻസ് കൂടുതലല്ലേ? കാരണം ആ റീൽ ഉണ്ടല്ലോ, ആ റീലിന്റെ താഴെ വന്നിരുന്ന കമന്റ്സ് ഞാൻ ഫുള്ള് ഇങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് പറയുന്നത് കഞ്ചാവ് ഉപയോഗിച്ചിട്ട് ആരും മരിച്ചിട്ടില്ല, പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. യുവതലമുറ ഏറ്റെടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോ അത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ആണെങ്കിലും കൂടും, അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളൊരു എന്താ പറയാ ആഗ്രഹം ഉള്ളിലേക്ക് വരും. അപ്പോ അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വലിക്കരുത് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ എൻ്റെ തന്നെ 35ഓളം ഐറ്റംസ് ഉണ്ട്. മദനകാമേശ്വരി ലേഹ്യം കഴിക്കാം. നിങ്ങൾ നിരോധിച്ചെന്ന് പറയുന്നത് ഇത്ര ലോകവിഡ്ഢിത്തമല്ലേ ഇത്? കാര്യം 28ഓളം സ്റ്റേറ്റ്സ് ഇല്ലേ ഇന്ത്യയിൽ? 8ഓളം പിന്നെ മറ്റേ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇല്ലേ? എന്തോ കേരളത്തിന് വല്ല പ്രത്യേകതയുണ്ടോ? മറ്റുള്ള എവിടെയെങ്കിലും ഈ പിന്നെ ന്യൂസ് വരുന്നുണ്ടോ? കഞ്ചാവ് റോഡിൽ വളരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഭരണാധികാരികൾ ഇവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. കാര്യം റെസ്ട്രിക്ഷൻ വരുമ്പോൾ ക്രേസാവും. നോക്കൂ, നമ്മളെ ഗാന്ധി പഠിപ്പിച്ചേക്കുന്നതോ നിയമലംഘനോ? ഇന്നും നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഒരു വൺ വേ ട്രാഫിക്കെങ്കിലും ഒന്ന് തെറ്റിച്ച് കയറി കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടിയതാണ്. അപ്പോൾ അതിൽ നിന്ന് ജനത മാറ്റിയിട്ട് നമ്മുടെ കാര്യങ്ങൾ പഠിപ്പിക്കുക, ആ രീതിയിൽ കൂടെ പൗരബോധമുള്ളൊരു ജനത ഉണ്ടാക്കുക. അപ്പോൾ ഇന്നതാണെന്ന് ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ആരെങ്കിലും ലൈവ് കയറി പിടിക്കാറുണ്ടോ? ഉണ്ടോ? അതുകൊണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് ബാൻ ചെയ്യാം. കാര്യം കണ്ടമാനം ആളിൽ ലൈൻ പൊട്ടി വീണ് മരിച്ചുപോയി. അതുകൊണ്ട് നമുക്ക് ഇനി ഇലക്ട്രിസിറ്റി വേണ്ടെന്ന് വെക്കണോ? കഞ്ചാവ് നിങ്ങൾ പറയുന്ന കണക്ക് ഔഷധം മാത്രമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈറ്റ്, സ്ലീപ്പ്, ബ്രീത്ത്. അടുത്ത ഇനി 4 ബ്രാഞ്ചുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മെഡിസിനൽ പർപ്പസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിന് മരുന്നുകളുണ്ട്. അത് ഏതിനൊക്കെയാണെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതൊക്കെ ഇല്ലാത്ത ആളുകളുണ്ടോ? അപ്പോൾ എല്ലാവർക്കും കനാബിസ് ആവശ്യമാണ്. ബി ഫെയർ, ഓക്കെ? അതായത് അവനവന് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ആദ്യം മനസ്സിലാക്കുക. മനുഷ്യൻ സ്വതവേ ഭീരുവും സ്വാർത്ഥനുമാണ്. കാരണം നട്ടലിൽ മലന്ന് കിടക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അറിയോ? നട്ടലിൽ മലന്ന് കിടന്നുറങ്ങുന്ന ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഒരു 3 വയസ്സ് വരെ നിസ്സഹായതയിൽ വളരെ ഉയരത്തിലുള്ള അച്ഛനോ അമ്മയോ ഇങ്ങനെ വന്നു നിന്നിട്ട് ഇങ്ങനെ മലന്ന് കിടന്ന് അവർ തരുന്ന ദയോ ദാക്ഷിണ്യമോ കാരുണ്യമോ അഹങ്കാരമോ ദേഷ്യമോ ഏറ്റുവാങ്ങി ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കരയുക മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അപ്പം 3 വയസ്സ് വരെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മറ്റുള്ള മൃഗങ്ങളൊക്കെ ജനിച്ച അപ്പം തന്നെ അവന് ഇരതേടാൻ പറ്റും. അപ്പോൾ ഡിപ്പെൻഡൻസിയും ഭയവും നമ്മുടെ കൂടെ തന്നെ ഉള്ളതാണ്. ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. ഈ നിരോധനം കൊണ്ട് ഒരു രാജ്യം നന്നാവുമെങ്കിൽ കഴിഞ്ഞ വർഷം സൗദിയിൽ 28 പേര് തലവെട്ടി കൊന്നേക്കുന്നത്. അപ്പോൾ അവിടെ ആരും ഇത് കൊണ്ടുപോകണ്ടല്ലോ. നിരോധനമല്ല വേണ്ടത്, നല്ല സാധനങ്ങൾ ആളിലെത്തിക്കുക. അപ്പോൾ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സാധനം എത്തിക്കുമ്പം ഇവരുടെ പോക്കറ്റ് വീർക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇവരുടെ ചില സ്വാർത്ഥത നടക്കാതെ വരും. അങ്ങനെ പറയുമ്പോഴേക്കും ഇപ്പം ആളുകൾക്ക് അങ്ങനെ പറയുമ്പോൾ പറഞ്ഞുതരാം. ദിവസം ഇപ്പം 60 മുതൽ 100 കോടി രൂപ വരെയാണ് ലോട്ടറിയുടെ പേരിൽ ആളുകളെ വഞ്ചിച്ച് ഖജനാവ് നിറയ്ക്കുന്നത്. നീചപ്രവൃത്തി. കാര്യച്ചാൽ എന്താണ് ലക്കെന്ന് പറഞ്ഞാൽ ലേബർ അണ്ടർ കറക്റ്റ് നോളജ്.
99 പേര് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരുത്തും ചിരിക്കുന്നതിൻ്റെ പേരല്ല ലക്കെന്ന് പറയുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാർ ജോലി എടുക്കുന്നില്ല, എല്ലാവരും ലോട്ടറി എടുക്കുക. കാരുണ്യാന്ന് അതിന് പേര് ഇട്ടിട്ടുണ്ട്. കാര്യം ഇവിടുത്തെ സർവേലിന് ഉപയോഗിക്കാൻ നാണമില്ല ഇതിന്. അതുപോലെ തന്നെ 10 രൂപയുടെ മദ്യം കളർ ചേർത്ത് വിദേശ മദ്യം എന്നും പറഞ്ഞുകൊണ്ട് 300 രൂപയ്ക്ക് കൊടുക്കുക. ഇതൊക്കെ കൊണ്ടാണോ ഒരു ഭരണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? നാണമില്ല ഇവർക്ക്. ഇപ്പൊ സാറ് പറയുമ്പോ എന്താ പറയാ, ഇങ്ങനെ ആളുകൾ യൂസ് ചെയ്യുമ്പോ ഇപ്പൊ ആദ്യമായിട്ടൊരു സാധനം ഇപ്പൊ ലീഗലൈസ്ഡ് ആക്കുകയാണെന്ന് വിചാരിച്ചോ, അങ്ങനെ ആക്കുമ്പോൾ ഇത് കൂടുതൽ യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് അടിമപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലല്ലേ എന്നാണ് ഞാൻ അതല്ലേ ചോദിച്ചത്. അങ്ങനെ സൗദിയിൽ ഇപ്പൊ 28 പേരെ കഴിഞ്ഞ വർഷം കൊല്ലണ്ടായിരുന്നു. സൗദിയിലെ പോലെ ആവണമെന്നില്ലല്ലോ ഇവിടെ. എന്തുകൊണ്ട് കേരളീയർക്ക് എന്താ നവദ്വാരം അല്ലേ? അല്ല, ഇപ്പൊ ഒരുപാട് എന്താ പറയാ ന്യൂസ് സാറും കാണുന്നതാണല്ലോ. അവിടെയും തെറ്റി. മീഡിയ 3.5 കോടി ജനങ്ങളുണ്ട് ഇവിടെ. എത്ര പേര് കഞ്ചാവ് കഴിച്ച് അച്ഛനെയും അമ്മയും കൊല്ലുന്നുണ്ട്? എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 0.1%. മീഡിയ വന്ന കാരണം അത് കൂടുതൽ ആളുകൾ കാണുന്നു മാത്രമേ ഉള്ളൂ. പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലാ രാജ്യത്തും. നിങ്ങൾ റെക്കോർഡ്സ് എടുത്ത് നോക്കിക്കോ. NDPS ആക്ട് തന്നെ വലിച്ചളയേണ്ട സമയം കഴിഞ്ഞു. അത് വിദേശികൾ നമ്മുടെ പുറത്ത് രാജീവ് ഗാന്ധിയുടെ സമയത്ത്, അത് ഞാനിനി പൊളിറ്റിക്സിലേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ല. ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഇഷ്ടമാണ്, പൊളിറ്റിക്സ് ഇഷ്ടമല്ല. അയാളെ കൊണ്ട് അമേരിക്ക ഉണ്ടാക്കിയെടുത്ത നിയമമാണ്. അതിനും കാരണമുണ്ട്, അറിയോ? ഹിപ്പിസ് എന്നൊരു സിസ്റ്റം. നിങ്ങൾ ആദ്യം പറയും ഹിസ്റ്ററി പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇതിനെ പറ്റി മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഹിസ്റ്ററിനെ പറ്റിയോ പൊളിറ്റിക്സിനെ പറ്റിയോ അല്ല, അറിയണമല്ലോ. റൂട്ട് ഇല്ലാണ്ട് ഫ്രൂട്ട് വരില്ലല്ലോ. സാർ പറയും. അതായത് ഒരു 70 കാലഘട്ടങ്ങളിൽ ഹിപ്പിസ് എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇവിടെയല്ല, അമേരിക്കൻ കാലം. അപ്പോൾ അവിടെ യുവാക്കളെല്ലാം കൂടെ സൂട്ടും കോട്ടും ഇട്ട് ഹിമാലയ സാനുക്കളിൽ വന്നിട്ട് ഇതിൻ്റെ മാസ്മരീയത അറിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോയില്ല. അപ്പോൾ ഇന്നിപ്പം കാനഡയിലെ വെസ്റ്റേൺ രാജ്യത്തേക്ക് നമ്മുടെ യുവതലമുറ ഒഴുകുന്നത് പോലെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവർ ഭയചകിതരായി ഭരണാധികാരികൾ. അത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവന്മാർ ആദ്യമായിട്ട് കുരങ്ങിൽ നിന്ന് എയ്ഡ്സ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നുണ പ്രചരിപ്പിച്ചു. എന്നിട്ട് അവിടെ WHO എന്ന് പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട്, അതൊരു പ്രൈവറ്റ് തട്ടിക്കൂട്ട് കമ്പനിയാണ്. അവർ വഴി ഇവർ ഇതിനെ നിരോധിക്കാൻ നോക്കി. 76-ലാണ് US ബാൻ കൊണ്ടുവന്നത്. പക്ഷെ നമ്മുടെ കൾച്ചറുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടും ലോകത്ത് തന്നെ ഏറ്റവും നല്ല കനാബിസിൻ്റെ ബ്രീഡുള്ളത് ഇവിടെ ആയതുകൊണ്ടും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെയും നീട്ടേണ്ടി വന്നൊരു 10 വർഷം കൂടെ. അങ്ങനെ അവർക്ക് ഒതുങ്ങിയ ഒരാൾ വന്നപ്പം അവർ മനഃപൂർവ്വമാക്കിയതാണ്. സ്റ്റീവ് ജോബ്സൺ എന്ന് പറഞ്ഞ ഒരു ആപ്പിൾ കണ്ടുപിടിച്ച ഒരാളില്ലേ, അയാളുടെ ഹിസ്റ്ററി വായിച്ചിട്ടുണ്ട് നമ്മൾ. അതിലെഴുതിയിട്ടുണ്ട്, ഇന്ത്യ മഹാരാജ്യത്ത് വരാനും ഇങ്ങനെയുള്ള സാധനങ്ങളും ഇവിടുത്തെ ലോകരുതമൊക്കെ അറിയാൻ സാധിച്ചില്ലെങ്കിൽ, സാങ്കേതികശാസ്ത്രമൊക്കെ അറിയാൻ സാധിച്ചില്ലെങ്കിൽ ഞാനാവില്ലായിരുന്നു, ഇങ്ങനൊരു അത്ഭുതം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നതാണ്. ഇത്രയും നല്ലൊരു മഹാ അത്ഭുതം ലോകത്ത് പറയില്ല. ഇവർ പറയുന്ന ഇംഗ്ലീഷ് അല്ല എൻ്റെ പിന്നിലുള്ളത്. ഞാനൊരു ലാബോറട്ടറി ചെയ്യുന്ന ആളൊന്നുമല്ല, എനിക്ക് കിച്ചണാണുള്ളത്. നല്ല അടുക്കളയിൽ നല്ല രുചികരമായ ഭക്ഷണം, അന്നം, ഔഷധം എന്നുള്ള സിദ്ധാന്തം അനുസരിച്ച് അതാണ് ഞാൻ പറഞ്ഞത്. ഇവരാണ് അടുത്ത കാലത്താണ് ഈ കനാബിളോൾ മനുഷ്യരുണ്ടെന്ന് കണ്ടുപിടിച്ചെന്ന് പറയുന്നത്. DNA കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ പണ്ട് മനുഷ്യരുള്ളതല്ലേ. ഈ കണ്ടുപിടുത്തം എന്ന് പറയുന്നതിന് ലോക ശാസ്ത്ര വിദ്യത്വമാണ്. സയൻസ് നെവർ ചേഞ്ച്. ഇവർ പറയുന്നത് ഇൻഡിഫറൻറ്റാണ്. GPS ഉപയോഗിച്ച് പോകുന്നതാണൊക്കെ. ഇന്നലെ അത് ഇന്നതായിരുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ, ഇന്നിപ്പോൾ മനസ്സിലായി അയാളല്ല ഇന്നയാളാണെന്ന്. അത് സയൻസാണോ? ഇംഗ്ലീഷിൽ കുറേ വാക്കുകൾ പറഞ്ഞ് ആവോ ഇതെല്ലാം? അതായത് രസതന്ത്രം എന്നൊരു സാധനമാണ്, കേട്ടിട്ടുണ്ടോ നമ്മൾ? കണാദ മഹർഷി എന്ന് പറയും. അത് നമ്മുടെ ശകുന്തലയുടെ അച്ഛൻ കണ്ണോ മഹർഷി എന്ന് പറയും. അദ്ദേഹമാണ് ആദ്യമായിട്ടും കലത്തിൽ ബാറ്ററി ഉണ്ടാക്കിയത്. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്നേക്കുന്നത് ആൽക്കമിസ്ട്രി ലോകം മൊത്തം പരത്തിയത് നാഗാർജുന 14 നാഗാർജുന 14 എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് രസതന്ത്രം, രസം എന്ന് പറഞ്ഞ മെർക്കുറിയെക്കുറിച്ചുള്ള അവഗാഹമായ പഠനം നടത്തിയത്. അപ്പം നമുക്ക് കോമൺ മാനിന് ഭൗതികതയിലുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്തിൽ പോകാൻ പറ്റില്ല. വൈരുദ്ധിക ഭൗതിക സിദ്ധാന്തവാദം എന്ന് പറയും. അതേപോലെ കനാബിസിന്റെ. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോ ഇത്രയും ഡെപ്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് മീനിങ്ങും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോ നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെപ്തിലേക്ക് പോവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ ശ്രമിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ റീല് കണ്ടപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ആളുകളിലേക്ക് കൂടില്ലേ എന്നുള്ളതാണ്. ഇതിനകത്ത് മെഡിസിനൽ പർപ്പസ് ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല. അത് പറഞ്ഞുതരാം, അതിന് കാരണം പറഞ്ഞുതരാം. നിങ്ങൾ പറയുന്നത് മലയാളികൾ ആകാശത്ത് നിന്ന് വന്ന മനുഷ്യരൊന്നും അല്ലല്ലോ. കുറച്ചുകൂടെ വിദ്യാഭ്യാസവും വിവേകവും ഉള്ളവരാണ് മലയാളികൾ. അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്.
തമിഴ്നാട് മുതൽ കാശ്മീർ മുതൽ റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. അങ്ങനെ ഇത് അവിടെ എല്ലാവരും ഇത് ചെയ്യണ്ടേ? അപ്പോൾ വേർ യു റെസ്ട്രിക്റ്റ് ദി പീപ്പിൾ ഹാവ് ദി ക്യൂരിയോസിറ്റി ടു ഗോ ഫോർ ഇറ്റ്. നിങ്ങളിതൊന്ന് ലിബറലൈസ് ചെയ്ത് നോക്ക്. കഷ്ടിച്ച് 2-3 മാസം ഇവന്മാരെൻ്റെ പുറകെ നടക്കാതെ അതിനകത്തൊന്നും വലിയ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് അവരിത് മതിയാകും. നിങ്ങൾ അതിൻ്റെ ചാൻസ് കൊടുക്കൂ, ജനങ്ങളെ വിശ്വസിക്കും, വിശ്വാസത്തിലെടുക്കൂ. എന്തിനു പേടിക്കുന്നു? അവരല്ല, ജനങ്ങളല്ലേ ഇത്. അവർക്ക് ഇല്ലാത്ത ഉൾക്കണ്ട നിങ്ങൾക്ക് എന്തിനാ? എടാ, അവനവനില്ലാത്ത ഉൾക്കണ്ട നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യം എന്തെന്ന്? എനിക്കല്ല, ഭരണാധികാരികൾ അവർ എന്തിനാ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്? എന്തിനാ ഇത്? എത്ര കോടി രൂപ അവർ നശിപ്പിച്ചു കളയുന്നത്? ഇത് ഇന്നലെ ഒരു പയ്യൻ പിടിച്ചപ്പം ആ പിടിച്ച ഉദ്യോഗസ്ഥരുന്ന് പബ്ബ അടിക്കുന്നു. അതിൽ നിന്ന് അതുണ്ടാക്കി ഒന്നുമല്ല. അവൻ പറഞ്ഞ് കനാബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറുള്ള മരുന്നാണ് മരിജുവാന. വെരി സിമ്പിൾ. അതുപോലെ ഇവർ മിസ്യൂസ് ചെയ്യല്ലേ. ഈ മോള് NDPS ആക്ട് വായിച്ചിട്ടുണ്ടോ? അതായത് ഫ്ലവർ ഇങ്ങനെ ഒരു മൂന്ന് ടേംസ് ഉണ്ട്. പ്രായപൂർത്തി, അതായത് ആണ്, പെണ്ണ്, പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറയും. അപ്പോൾ അവിടെ കിട്ടും. ആ പെണ്ണ് കഞ്ചാവ് നട്ട് അത് ഏകദേശം പ്രായപൂർത്തിയാകുമ്പം പുരുഷനെ ആകർഷിക്കാൻ വേണ്ടി അവളുടെ ശരീരത്തിൽ സ്രവം പുറപ്പെടുവിക്കും. അതിൻ്റെ പേരാണ് മാരിജുവാന. അതൊരു 10-16 കിലോമീറ്ററോളം ആ ഗന്ധം, അങ്ങനെയാണ് ഇവർ കണ്ടുപിടിക്കുന്നത്. അവിടെ ഇവിടെ കൃഷിയുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ പുലുകിയാൽ കടയിൽ നിന്നൊക്കെ കടഞ്ഞാൽ നമ്മുടെ കൈ പറ്റും മരിജുവാന. അത് കഴിക്കാം. അത് നർക്കോട്ടിക് ആക്ട് അല്ല, NDPS വരില്ല. അതാ ഞാൻ പറഞ്ഞത്. NDPS ആക്ട് വരണമെങ്കിൽ അങ്ങനെ ഇത് പ്രായപൂർത്തിയായി ഇവിടെ പുഷ്പിക്കുന്നു. പുഷ്പിച്ച് കഴിയുമ്പം പുരുഷനുമായിട്ടുള്ള സംയോഗം നടക്കുന്നു, ഇതിൻ്റെ സീഡ്സ് വരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കൂമ്പും, അതായത് ഗർഭിണിയായി. അത് കഴിയുമ്പോൾ ഇല പൊഴിയും. ആ ഇല പൊഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന ആ കൂമ്പിയ പൂവും അതിനോട് ചേർന്ന് കുറേ ലീവ്സും കൂടെ ചേർന്നാൽ മാത്രമേ ഇതൊരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആവുന്നുള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാവം യുവതലമുറ കൊണ്ടു നടക്കുകയോ കഴിക്കുകയോ ചെയ്യുന്ന നല്ല കഞ്ചാവ് പോലും അല്ല. കഞ്ചാവിനെക്കാട്ടി മുമ്പേ നിരോധിക്കേണ്ട ഡോളോയാണ്, പാരസെറ്റമോള്. അതിപ്പോൾ അവർ 1000 കോടി രൂപ കൈക്കൂലി കൊടുത്തിരുന്ന ആ സാധനം ഇപ്പോൾ അവരത് OTC പ്രോഡക്റ്റാക്കി, പ്രിസ്ക്രിപ്ഷൻ പോലും വേണ്ട. മനസ്സിലായി? പിന്നെ കുന്നിക്കുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുന്നിക്കുരു അത് ഷെഡ്യൂൾഡ് 1 മെഡിസിന്. അപ്പോൾ അത് നിരോധിക്കണം. പിന്നെ ആസ്മയ്ക്ക് പണ്ട് വലിക്കുന്ന ഉമ്മം, അത് ഷെഡ്യൂൾഡ് 1. പക്ഷേ അരിയിൽ പോലും ആർസനിക് ഉണ്ട്. തേങ്ങയില്ലേ, തേങ്ങയുടെ പുറത്തുണ്ട് പോയിസൺ. കപ്പയിലുണ്ട് ഇതിനെക്കാട്ടി മാരകമായ പോയിസൺ, ആർസനിക് ഉണ്ട്. അതായത് പിന്നെ ഈ സൈനൈഡ് ഉണ്ട്, ഉരുളക്കിഴങ്ങിലുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങളങ്ങോട്ട് നിരോധിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അവിടെ പോയി. പിന്നെ ഞാൻ പണ്ട് എനിക്ക് ഈ ശിവാംബു എന്ന് പറഞ്ഞൊരു മൂത്രപാന ചികിത്സയാണ്. അപ്പം പിന്നെ ശാസ്ത്രം ആദ്യം പഠിച്ചാൽ മൂത്രം കുടിക്കേണ്ടി വരും എന്ന് പറയുന്നതാണ് കൈപ്പോ. അപ്പം അങ്ങനെ കാട് കയറണം. പിന്നെ അതിൻ്റെ അടുത്ത ഇൻഡസ്ട്രിയൽ ഹെമ്പ് എന്ന് പറയും, അത് കേട്ടിട്ടുണ്ടോ? ഇൻഡസ്ട്രിയൽ ഹെമ്പ്. ഇപ്പം മെഡിസിനൽ ഹെമ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇട്ടിരുന്ന ഷർട്ട്, പാൻറ്, തുണികൾ, അത് ഇൻഡസ്ട്രിയൽ ഹെമ്പിൻ്റെ പ്രൊഡക്ഷനാണ്. പിന്നെ മറ്റത് എൻവയോൺമെന്റൽ ഹെമ്പ്. അതിപ്പോൾ ഈ നമ്മുടെ ഈ പൊല്യൂഷനില്ലേ, എന്താ പറയുക, ബ്രഹ്മപുരമൊക്കെ 2 കിലോ കഞ്ചാവ് സീഡ്സോടെ വെറുതെ വെതറിയാൽ മതി. ഒരു 2 സീസൺ കഴിയുമ്പോൾ ആ പ്യൂരിഫിക്കേഷൻ വരും, ഓക്സിജനേഷൻ. അതായത് മെർക്കുറിയാണ് അവിടെ ഏറ്റവും വലിയ പോയിസൺ എന്ന് ഇവർ ആധുനിക ശാസ്ത്രം പറയുന്നത്. മെർക്കുറിയാണ് കഞ്ചാവിൻ്റെ ഭക്ഷണം. അല്ല എൻഡോകനോബിയെന്നോ THC എന്നോ CBD എന്നോ CBG എന്നോ ഒന്നും അങ്ങോട്ട് പോകണ്ട. അപ്പോൾ പ്ലാന്റിന്റെ പരിസരത്ത് കഞ്ചാവ് നടണം എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. കഞ്ചാവ് ഈ കേരളത്തിൽ അടിമുടി നട്ടു കഴിഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം ഇല്ലാണ്ടാവും, ശുദ്ധമായ വായു ഉണ്ടാവും, ആളുകൾ ശാന്തരാവും. കഞ്ചാവ് ഉപയോഗിച്ച് നാളിതുവരെ ആരും അക്രമാസക്തരായിട്ടില്ല. നേരെ മറിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അക്രമാസക്തരാകുമായിരിക്കും. ഞാൻ എൻ്റെ അല്ല, പക്ഷെ ഡി അഡിക്ഷൻ നമ്മൾ ഡി അഡിക്ഷൻ ഉപയോഗിക്കാറുണ്ട് കഞ്ചാവ്. ഡി അഡിക്ഷനിൽ എങ്ങനെ യൂസ് ചെയ്യാറുണ്ട്? അതിന് നമ്മുടെ കയ്യിൽ ഡ്രോപ്സ് ഉണ്ട്. ആ ഡ്രോപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ശാന്തരാവും. കുറച്ച് കഴിയുമ്പോൾ അതിനോടുള്ള വിട്രോയൽ സിംറ്റംസ് മാറും. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കണം കേട്ടോ, ഈ കഞ്ചാവും ശിവനും തമ്മിൽ എന്തെങ്കിലും ബന്ധം? ശിവമൂലി എന്നാണ് എൻ്റെ പേര്. ശിവക്ഷേത്രം, ഞാൻ വീഡിയോ ഇട്ട്, ശിവക്ഷേത്രങ്ങളിൽ പണ്ട് ശബരിമലയിൽ പോലും നമ്മൾ ഇരുമുടിയിൽ ഒരു മുടിയിൽ കഞ്ചാവ് കൊണ്ടുപോയിരുന്നു. ഈ ബാൻ വരുന്നതിന് മുമ്പ്. ഇപ്പോഴാണല്ലോ ഇവിടെ പൂർണ്ണമായിട്ട് ബാൻ വന്നത്. നല്ലത് അതിൻ്റെ എക്സ്ട്രാക്ട്, പിന്നെ ഈ പറഞ്ഞ ഓയിൽ, ആ ഓയിൽ വിദേശികൾ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. നമുക്ക് അപ്രാപ്യമാണ്. നമ്മളിങ്ങനെ വിട്ടികളാക്കണോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജനങ്ങളെ കോൺഫിഡൻസിലെടുക്കുക, അവർക്ക് നന്മ വരുത്തുക. പിന്നെ അടുത്തത് ഈ മുല്ലപ്പെരിയാർ ഡാമില്ലേ, ക്രംപ് എന്ന് പറയും. അതായത് കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ
ഹെമ്പ് ബോണ്ടിങ്ങിന് വേണ്ടി. ബോണ്ടിങ്ങിന് അല്ല, അത് ശർക്കരയും സുർക്കയും വേറെ. അതിനോടൊപ്പം ക്രംബ് ക്രേറ്റ് എന്ന് പറയും. ഇത് ചതച്ചിടും, സ്പ്രെഡ് ചെയ്തിടും ബോണ്ടിങ്ങിന് വേണ്ടി. ഇതിൻ്റെ പിന്നെ ഈ തണ്ട് നമ്മൾ ഞാൻ ഇതെടുക്കുമെന്ന് പറഞ്ഞില്ലേ, നൂലെടുക്കുമെന്ന് പറഞ്ഞു, ഫൈബർ എടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള സാധനങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോണ്ടിങ് വരും. ഇതിനകത്ത് എന്തൊക്കെ ബൈ പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്? ഇതിന് നമുക്ക് അതായത് ഞാൻ ചോദിച്ചത് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാട്ടോ ഞാൻ ചോദിക്കുന്നത്. മെഡിസിനിൽ നമുക്ക് 25ഓളം പ്രോഡക്ട്സ് ആൾറെഡി R&D ആയിട്ടുണ്ട്. നമ്മൾ ലൈസൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ലേഹ്യം ഉണ്ടാക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ, ആയുഷിൻ്റെ ലൈസൻസോടുകൂടി. മദനകാമേശ്വരി ലേഹ്യം ഉത്തേജനത്തിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ആനന്ദത്തിന് നല്ലതാണ്. ക്യാൻസർ ക്യൂർ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ ക്യൂർ, പിന്നെ പെയിൻ കുറയാനും ആയിട്ട് കണ്ടമാനാളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ മെറ്റാസ്റ്റാറ്റിസിസ് എന്ന് പറയുന്ന 4th സ്റ്റേജ് കഴിഞ്ഞ് ഈ മോർഫിനൊക്കെ കുത്തിവെച്ച് അതിൻ്റെ മാരകമായ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ശരിക്കും എനിക്ക് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ഉള്ളത്, കണ്ടമാനം ആളുകൾ ഇപ്പോൾ മേടിക്കുന്നുണ്ട്. അത് പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വഴി കനാബിസ് ലീഗലൈസ് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വഴിയൊക്കെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും. ഈ നമ്മുടെ വില ഒന്നും അവർക്ക് വാങ്ങാൻ പറ്റില്ല, നല്ല കോസ്റ്റ്ലിയാണ് നമ്മളെ സംബന്ധിച്ചോളം. അപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഗവൺമെൻറ് വഴി ഫ്രീ ഡിസ്ട്രിബ്യൂട്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഹെൽത്ത് മിനിസ്റ്ററോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ അടുത്ത ഇതിലെങ്കിലും ചർച്ച ചെയ്തിട്ട് കനാബിസ് ഇപ്പോൾ 10-40ഓളം കമ്പനികളുണ്ട് ഇന്ത്യയിൽ ഓൾറെഡി. ഇവരിൽ നിന്ന് നമ്മുടെ തന്നെ വാങ്ങണമെന്നില്ല, മേടിച്ചിട്ട് എല്ലാ ഹോസ്പിറ്റലും വഴി. അതായത് ആർട്ടിക്കിൾ 47 അനുസരിച്ച് ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അവർ ചെയ്യണം. പിന്നെ ഈ ചെറുപ്പക്കാരെ പിടിച്ച് ജയിലിലിട്ട് അവരുടെ ഭാവി കളയരുത്. അതും എനിക്കൊരു റിക്വസ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. അലോപ്പതിക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആയുർവേദമാണോ കൂടുതൽ സേഫ്? കാരണം താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലോപ്പതിയുടെ ബ്രാൻഡ് അംബാസഡർ ആണോ വീണ ജോർജ് എന്നുള്ള രീതിയിൽ ഞാനൊരു ന്യൂസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതിന് കാരണം പറഞ്ഞുതരാം. ഞാൻ അലോപ്പതിക്ക് പൂർണ്ണമായിട്ട് എതിരൊന്നുമല്ല. അലോപ്പതി തെറ്റ് ചെയ്യുകയും നാളെ പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ ആ നഷ്ടം ഉണ്ടായവരെ ആരും കാണുന്നില്ല. ഞാനാണ് ആദ്യമായിട്ട് കൊറോണ വാക്സിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്കെതിരെ വന്ന അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് ഞാനൊരു തീവ്രവാദിയാണെന്നാണ് പറഞ്ഞത്. തീവ്രത എന്താ അയാൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ദേവൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന മഹാനുഭാവൻ എന്ന് പറയുന്ന ജഡ്ജ് 14ഓളം P1 എവിഡൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വാക്സിൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നോക്കാതെ എൻ്റെ അഡ്വക്കേറ്റിനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം ഇങ്ങനൊരു കേസ് അപ്പീലായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ശല്യക്കാരൻ എന്നുള്ള രീതിയിൽ കൂടെ പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എഴുതി. ശരിക്കും അയാൾ അറ്റ്ലീസ്റ്റ് ആ ഫയലൊന്ന് നോക്കാനുള്ള ധാർമ്മികത പോലും കാണിച്ചത്. ഇപ്പോൾ എത്ര പേര് ചത്തിട്ടുണ്ട് മുകളുടെ അറിവിൽ വാക്സിൻ കുത്തിവെച്ച് ഒരു കുഴഞ്ഞു മണക്കം മരിക്കുന്നില്ലേ? അപ്പോൾ ഇവർ പരിതപിച്ചുകൊണ്ട് അത് കോമ്പൻസേറ്റ് ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര ലെവലിൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. അതിന് പോലും ഒരു നട്ടെല്ല് സംസ്ഥാനമോ കേന്ദ്രമോ കാണിച്ചിട്ടില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ വാക്സിൻ പിന്നെ ഡെത്തിന് അവരതിന് പിന്നെ എന്തിന് ഒരു പോസ്റ്റ്മോർട്ടം പോലും നടത്തുന്നില്ല. ഈ വാക്സിൻ കൊണ്ടാണ് മരിച്ചതെന്നുള്ളതിനെക്കുറിച്ച് എന്തൊക്കെ നാടകങ്ങളായിരുന്നു ഇവിടെ. വഴിയോനെ പിടിച്ചിടുന്നു, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, എന്ത് വേണ്ട അതിന് വല്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഇതിൽ വിശ്വസിക്കണം? നിങ്ങൾ ഈ പറയുന്നതാണ് അലോപ്പതിയിൽ ഫോർ വാട്ട്? പിന്നെ ഡോളോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയും പാരസെറ്റമോൾ ഡ്രോപ്സിന് വരെ എന്തോ കൊടുത്തൊരു കുട്ടി മരിച്ചിട്ടുണ്ട്. പാരസെറ്റമോൾ എന്നാണ് ഞാൻ അതിന് പറയുന്നത്, ഡോളോയ്ക്ക് ഉൾപ്പെടെ. അതിന് ഡോളോ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമാണ്. പിന്നെ മലയാളികൾ കഴിക്കുന്ന ഡോളോയുടെ കൈക്കൂലിയാണ് 1000 കോടി രൂപ കൊടുത്തത്. ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ മരുന്ന് കൊടുത്ത് കൊല്ലണം? ഈ ലോട്ടറി കച്ചവടമൊക്കെ അവസാനം. നമുക്ക് എത്രയോ റിസോഴ്സസ് ഉണ്ട്, കരിമണൽ പോലുള്ള റിസോഴ്സസ് കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് പിന്നെ ചന്ദനം കുഴിച്ചു നോക്കാം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ രാജ്യം സ്വർഗ്ഗതുല്യമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി റൂളിംഗ് ബൈ ഡെവിൾസ് ഓൺ പീപ്പിൾ എന്നുള്ളത് മാറ്റിയിട്ട് ഗോഡ്സ് ഓൺ കൺട്രി ബൈ ദി ഗോഡ്സ് ഓൺ പീപ്പിൾ എന്നാവും. അപ്പം നമുക്ക് അതല്ലേ വേണ്ടത്? സംശയമുണ്ടോ? ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഈ റീല് വന്നപ്പോഴുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഡാഡി ഗിരിജ സ്പോട്ടഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അതിനെന്തെങ്കിലും കമന്റ് പറയാനുണ്ടോ? ഇല്ല, അതിൽ ഡാഡി ഗിരിജ എന്ന് പറയുന്ന ഒരു സിനിമയിൽ വന്നതെന്നാണ് പറയുന്നത്. അയാൾ ഇതുപോലെ പിന്നെ കഞ്ചാവിൻ്റെ മരുന്നുണ്ടാക്കാൻ നടന്നതാണെന്നോ, അവസാനം പോലീസുകാർ തെറ്റിദ്ധരിച്ച് അയാളെ കയറി പിടിച്ചെന്നോ, പിന്നെ അവസാനം പിടിക്കാൻ നടന്നപ്പം മോഹൻലാൽ ഇയാളെ രക്ഷിച്ചെന്നോ, പിന്നെ അയാളെ പുല്ല് പിടിച്ചെന്നൊക്കെയാണ്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് അതിൻ്റെ പുള്ളറിയില്ല. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വിളിച്ചോട്ടെ, അവർക്കൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ. അപ്പോൾ എന്തായാലും ലക്ഷ്യം ഈ പറയണക്ക് മാർഗത്തിലേക്ക് തെളിയുള്ളൂ. ഇങ്ങനെ ഒരു വേറിട്ടൊരു ചിന്താഗതി വന്നത് എപ്പോഴാണ്? അതായത് നമ്മൾ കേട്ടിട്ടുള്ളത് കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു ലഹരി
വസ്തുവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എപ്പോഴാണ് ഇതൊരു മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ഞാൻ വളരെ ചെറുപ്പം മുതൽ മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് നേരെ എതിർദിശയിൽ ചിന്തിക്കുന്നതിനാണ്. ഈ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇലക്ട്രോണിക് ഇൻഡസ്ട്രി കൊണ്ടുവന്നതിൽ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ സർക്കാർ. അന്നത്തത് തമ്പീസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനം ഉണ്ടായിരുന്നു. അന്ന് ആൾക്ക് പറഞ്ഞു, ഇതുപോലെ നിനക്ക് പ്രാന്ത, ഇത് ജോലി കളയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന അതിന് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് അതൊക്കെ നശിപ്പിച്ച് ഇന്നിപ്പോൾ ഇത് 10-16 ആളുകൾ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഉത്കണ്ഠ ഉണ്ടാവും. പക്ഷെ അവരെ നന്മയിലേക്ക് എത്തിക്കുകയും അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞവരൊക്കെ തന്നെ തിരിച്ചു പറയും. ആദ്യം പിന്നെ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 100 ചില്ലുവാനും കഞ്ചാവിനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട് എൻ്റെ. പക്ഷേ 5-10 മാത്രമേ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ. അതും ഏഷ്യാനെറ്റ് ശരിക്കും എന്നെ ഒന്ന് ചൊറിയാൻ വേണ്ടി എടുത്താൽ അവർ പോലും അറിഞ്ഞില്ല അത് ഇത്ര ആളത് ഏറ്റെടുക്കുമെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു സമയമായതുകൊണ്ട് വന്ന എനിക്ക് 10-70 വയസ്സ് ഡേറ്റ് ഓഫ് എക്സ്പയറി. നിങ്ങളുടെ രാജ്യം, നിങ്ങൾ കാനഡയിലോ അമേരിക്കയിലോ ഒന്നും പോകണ്ട, ഇവിടെ തന്നെ എല്ലാ റിസോഴ്സസും ഉണ്ട്. സ്വർഗമാണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ താങ്കൾ കഞ്ചാവ് യൂസ് ചെയ്യുന്നുണ്ടോ, വലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കഴിക്കുന്നുണ്ടോ? അത് പിന്നെ സൈബർ ആക്ട് 43 and 42 അനുസരിച്ച് എൻ്റെ സ്വകാര്യതയെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. മനസ്സിലായി? ഞാൻ ആസ്വദിക്കുന്നുണ്ട്, വലിയ പ്രൊമോട്ട് ചെയ്യാറില്ല. അതിൻ്റെ ദോഷവശങ്ങൾ എനിക്കറിയാം. ദോഷങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു കാര്യം ചെയ്യണോ? അതുകൊണ്ട് എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ വലിക്കരുത്. ഒന്നാമത് നല്ല കഞ്ചാവ് കിട്ടാൽ എലിവേഷൻ വരെയന്മാർ ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രിയൽ ഹെമ്പിലേക്കെങ്കിലും അവർ വരട്ടെ. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല ഏറ്റവും ലോകത്തെ ഏറ്റവും ഉത്തമമായ ബ്രീഡ് നമ്മുടെയാണ്. ഇപ്പം തന്നെ ഇവർ 5 ഗ്രാം കഞ്ചാവ് പിടിച്ചു. പിന്നെ അത് ഹൈബ്രിഡ്, NDPSലെ ഹൈബ്രിഡ് എന്നുള്ള ആക്റ്റൊന്നുമില്ല. ഇവരങ്ങ് ഷോ ഓഫ് ചെയ്യുകയാണ്. എക്സൈസുകാരില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലോകം നശിച്ചു എന്നുള്ള രീതിയിൽ കൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിട്ടാൽ തന്നെ ഈ ജനങ്ങൾ നന്നാകും. ഒന്നാമത് ജയിലിൽ കിടക്കുന്ന ആ പാവങ്ങളെ ചീഫ് മിനിസ്റ്റർ ബന്ധപ്പെട്ട് കൗൺസിൽ ചെയ്ത് അവരെയൊക്കെ പുറത്തു വരുത്തുക. പിന്നെ നിങ്ങളുടെ റൂട്ട് കാസ് അനലൈസ് ചെയ്യുക. ഞാനിപ്പോഴും പറയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് വേണ്ട. കാര്യം അത് അഡിക്ഷനാണ്. അത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാവുന്ന റിട്ടേൺ വരവില്ല. അത് നിങ്ങൾ ബാൻ ചെയ്യുകയും വേണം. നല്ല സാധനങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിന് ഉച്ചിഷ്ടത്തിന് പോവോ? നല്ല സാധനങ്ങൾ കൊടുത്താൽ മതി. നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല മദ്യം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, എന്നാൽ പോലും ഈ നശിച്ച മദ്യം കൊടുക്കാതിരിക്കും. ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു വസ്തുവിന് കുറെ ദൂഷ്യവശങ്ങളുണ്ടല്ലോ, അതെന്തൊക്കെയാ? ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറാനാണ് കഞ്ചാവ് കഴിക്കുന്നത്. പക്ഷേ ഇത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം അടിമയെ തീരുകയാണ്. അതാ അമൃതം അധികമായാൽ എന്നുള്ള ഇതുണ്ടാകും. പിന്നെ കഞ്ചാവിന് 5 സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മൂഡ്സ് ഉണ്ടല്ലോ, ഏത് മൂഡിലാണ് നമ്മളിതിനെ എലിവേറ്റ് ചെയ്യുക വെച്ചാൽ അത് ഭയങ്കര. ഇപ്പോൾ ആങ്സൈറ്റിയിലിരിക്കുന്ന ഒരാൾ കഞ്ചാവ് കഴിക്കുകയാണെങ്കിൽ അവൻ കരഞ്ഞ് മൂലയിൽ പോയി ഒളിച്ച് ഭീരുവായി തീരും. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇത് വലിക്കുകയാണെങ്കിൽ അവൻ സൂയിസൈഡ് ചെയ്യുന്നിരിക്കും. നേരെ അല്ല, അത് എത്ര % ആള് നിങ്ങൾ ഇത് എലാബറേറ്റ് ചെയ്ത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ, വേദപുരാണ കാലം മുതൽ ഉണ്ട് കഞ്ചാവ്. താങ്ക് യു സോ മച്ച്. കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി, സംസാരിക്കാൻ പറ്റി.